അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം സുഗന്ധം പൂശുന്ന സമയത്ത്, അതേപോലെ തന്നെ സുഗന്ധം മണക്കുന്ന സമയത്തും അതേപോലെ തന്നെ സുഗന്ധം ശരീരത്തിലേക്ക്, വസ്ത്രങ്ങളിലേക്ക് പൂശുന്ന സമയത്ത്, ഇടുന്ന സമയത്ത് ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ദിക്ർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റും, അതേപോലെ തന്നെ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയ, അതേപോലെ തന്നെ അവരുടെ ശിഷ്യന്മാർക്ക് ഇജാസത്തായി പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്ർ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ ഒരു ദിക്ർ സുഗന്ധം പൂശുന്ന സമയത്ത് ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയ പാവങ്ങളും അതേപോലെ തന്നെ വരാനിരിക്കുന്ന ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. കഴിഞ്ഞുപോയ പാവങ്ങളും വരാനുള്ള ദോഷങ്ങളടക്കം അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച, മുത്തായത്തങ്ങളും അവിടുന്ന് പഠിപ്പിച്ച ഒരു അത്ഭുത ദിക്റാണ് ഈ ദിക്ർ. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ കമാ അൻഅംത ഫസിദ് വലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ. ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ പാവങ്ങൾ അല്ലാഹു തആല സർവ്വതും മായ്ച്ചു കൊടുക്കും. അതിനർത്ഥം എന്താണ്? അല്ലാഹുമ്മ കമാ അൻഅംത ഫസിദ്, അല്ലാഹു നീ അനുഗ്രഹം നൽകിയതുപോലെ വർദ്ധനവ് നൽകണം, ജാസ്തിയാക്കണം. വലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ, പരലോകത്തെ ജീവിതമല്ലാത്ത ഒരു ജീവിതം ഇല്ല എന്നർത്ഥം വരുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ പതിവാക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ധാരാളം ദിക്റുകൾ, ഒരുപാട് മഹത്വമുള്ള ദിക്റുകൾ പഠിച്ച് ജീവിതത്തെ ധന്യപ്പെടുത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ദിക്ർ ചൊല്ലി മരിക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.